ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അവരോടൊരടുപ്പം തോന്നി. അവർക്കും എന്നോടൊരു താല്പര്യമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ ബൈ. ബൈ. പിന്നീട് അവരെ കാണാൻ ഞാൻ പലപ്പോഴും അവിടെ പോയി തുടങ്ങി. ഒരു ദിവസം ഞാൻ വാങ്ങിയ ജീൻസിൻ്റെ ടാഗിൽ പൂജ അവരുടെ നമ്പർ കുറിച്ച് തന്നു. അതോടെ ഞങ്ങളുടെ ബന്ധം അതിരുകളില്ലാതെ വളർന്നു. പിന്നീട് ഞാൻ കാശുള്ള കുടുംബത്തിനാണെന്ന് മനസ്സിലാക്കിയതോടെ അവരെന്നോട് കാശ് ചോദിച്ചു തുടങ്ങി. ഞാൻ കൊടുക്കുകയും ചെയ്തു. സാറ് പറഞ്ഞതുപോലെ കുറേ ഓർണമെന്റ്സ് ഞാൻ അവർക്ക് സമ്മാനമായിട്ടും കൊടുത്തിരുന്നു. പിന്നീട് പതിയെ പതിയെ അവർ എന്നോട് ചോദിക്കുന്ന സംഖ്യയുടെ വലിപ്പം കൂട്ടിത്തുടങ്ങി. ഒരു തവണ അവരെന്നോട് വാങ്ങിച്ചെടുത്തത് 1,00,000 രൂപയായിരുന്നു. അതിനവർ പറഞ്ഞ ന്യായം എന്തോ ഡയമണ്ട് നെക്ലസ് വാങ്ങണമെന്നായിരുന്നു. പക്ഷേ പിന്നെ അവരെന്നോട് പണം ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ കൊടുത്തില്ല. ഒരു മാസം മുമ്പ് അവരെന്നോട് ചോദിച്ച എമൗണ്ട് 10,00,000 രൂപയായിരുന്നു. എനിക്ക് അത് നൽകുവാൻ കഴിയുമായിരുന്നില്ല. അവരെന്നെ ഭീഷണിപ്പെടുത്തി. പക്ഷെ അപ്പോഴും പൂജയെ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റാത്ത വിധം ഞാൻ അടുത്തിരുന്നു. എത്ര ഭീഷണിപ്പെടുത്തിയാലും ഞാൻ അവരെ പിന്നെയും വിളിക്കുമായിരുന്നു. അത്രമാത്രം എനിക്കവർ ലഹരിയായിരുന്നു. വീണ്ടും വീണ്ടും അവർ പണം ചോദിച്ചപ്പോൾ അത്ര വലിയൊരു സംഖ്യ കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. അതോടെ അവർ അടവ് മാറ്റി. ഒരു ദിവസം ഞാൻ വിളിച്ചത് പ്രകാരം അവർ ഹോട്ടൽ സീഷോറിലേക്ക് വന്നു. ആദ്യം പോയി കുളിച്ചിട്ടോ. അവിടെ വെച്ച് അവരെന്നെ ചതിച്ചു. ഞാനറിയാതെ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവർ മൊബൈലിൽ പകർത്തി. പണത്തിന് വേണ്ടി മാത്രമായി, അത് നേടാനുള്ള ഒരു ഉപകരണമായി അവരെന്നെ ഉപയോഗിച്ചു. അവരെന്നെ പലവട്ടം ഭീഷണിപ്പെടുത്തി. ഒരു ദിവസം ഞാനും പൂജയും കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാ സൗണ്ട് കുറച്ചേ? ഞാൻ പറഞ്ഞ ക്യാഷിന്റെ കാര്യം എന്തായി? പൂജയ്ക്ക് എന്താ കഥയില്ലേ? എൻ്റെ കയ്യിൽ ഇവിടുന്ന് എത്രയും ക്യാഷ്? 10,00,000 രൂപ. ഉള്ള ക്യാഷ് മുഴുവൻ ഞാൻ പൂജയ്ക്ക് തന്നില്ലേ? അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ വേണ്ട, എൻ്റെ ക്യാഷ് മാത്രം മതി. നീ വിചാരിച്ച 10 ലക്ഷം അല്ല 10 കോടി വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? എത്ര തവണ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാന്ന്? അതേടാ, എനിക്ക് ഭ്രാന്താ. പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ കൊന്നു കളയുമ്പില്ല ഞാൻ. ഇറങ്ങടാ. നിനക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. നീ ഫോൺ എടുത്ത് ബ്ലൂടൂത്ത് ഒന്ന് ഓണാക്ക്. എടുത്ത് ഓണാക്കടാ. ചതിക്കരുത്, അത് ഡിലീറ്റ് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നിന്നോട് ഞാൻ മര്യാദക്കല്ലേ കഴിഞ്ഞ 1 മാസമായി ക്യാഷ് ചോദിച്ചത്? അപ്പൊ നിന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. പറ, എപ്പ തരും? തരാം പൂജ, ക്യാഷ് ഞാൻ തരാം. ആരോടെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിൽ തരാം. അത് ഡിലീറ്റ് ചെയ്യും. ക്യാഷ് എപ്പ തരുന്നു അന്ന് നിനക്ക് ഞാൻ ഈ ഫോൺ തന്നെ തരും. നീ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു.
തൽക്കാലം ഇത് ഈ ഫോണിൽ തന്നെ കിടക്കട്ടെ. ഞാൻ ആരെയും കാണിക്കില്ല. പ്ലീസ് പൂജ, ഇത് ആർക്കും സെൻഡ് ചെയ്യരുത്. ഇല്ലടാ. പിന്നൊരു കാര്യം, എന്നെ പറ്റിക്കാവുന്ന എന്റെ മോൻ കരുതണ്ട. എനിക്ക് എന്റെ മാനം പുല്ല. ഞാൻ എങ്ങനെയുള്ളവളാണെന്ന് എന്റെ ഭർത്താവിനറിയാം. ക്യാഷ് അത് കൊണ്ടു കൊടുത്താ എന്റെ ചേട്ടൻ ഹാപ്പിയാ. അപ്പൊ മോൻ പറ, എപ്പോ തരും ക്യാഷ്? തരാം, എങ്ങനെയെങ്കിലും ഞാൻ തരാം. പക്ഷെ കുറച്ചു ദിവസത്തെ സമയം തരണം. വെരി ഗുഡ്. അവസാനമായി ഒരു കാര്യം കൂടി, പറഞ്ഞ പൈസ തന്നില്ലെങ്കിൽ പൊന്നു മോനെ, എല്ലാ പോൺ സൈറ്റുകളിലും ഇത് വരും. സൺ ഓഫ് ജ്വല്ലറി ഓണർ ക്ലമന്റ് എന്ന ടൈറ്റിലോട് കൂടി. അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. പൂജ, അതിനുശേഷം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് അവരെ നേരിട്ട് കാണുന്നത് സാറ് പറഞ്ഞ പോലെ 2 ദിവസം മുമ്പ് ഹോട്ടൽ ഇന്റർനാഷണൽ വെച്ചാണ്. ആവശ്യപ്പെട്ടതുപോലെ 10 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ഞാൻ അവരെ വിളിച്ചു വരുത്തിയത്. ഡ്യൂട്ടി കഴിഞ്ഞ് വൈകിട്ട് വരാന്ന് പൂജ പറയുകയും ചെയ്തു. എത്ര മണിക്കാണ് പൂജ വന്നത്? 6 മണി കഴിഞ്ഞു കാണും. റൂമിൽ വന്ന ഉടനെ അവർ ക്യാഷ് ചോദിച്ചു. It's a calculated risk he takes when he plays that. He's done it again. This time it's gone all the way. Up go the arms of Peter Parker. Yes, come in. എനിക്കറിയാം 10 ലക്ഷം നിനക്ക് അത്ര വലിയ കാര്യമൊന്നും അല്ലാന്ന്. ഒരു കാറ് വാങ്ങണമെന്ന് ചേട്ടൻ പറയാൻ തുടങ്ങിയിട്ട് കുറേയായി. വാങ്ങുമ്പോൾ നല്ലത് തന്നെ വാങ്ങാന്ന് ഞാനും പറഞ്ഞു. പെട്ടെന്നതാ, പിന്നീട് വിശദമായിട്ട് കാണാം. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ട് പുറത്ത് കാത്തു നിൽപ്പുണ്ട്. വേഗം പോണം. എന്താടാ, എന്തുപറ്റി നിനക്കൊരു വല്ലായ്മ പോലെ? അത് ക്യാഷ് റെഡിയായില്ല, വിചാരിച്ച പോലെ കിട്ടിയില്ല. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു, നീ എന്നെ കളിപ്പിക്കല്ലേ? ഇനി നിനക്ക് ചാൻസ് ഇല്ല. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ആ മീര, ഞാൻ ദാ എത്തി. നീ ഒരു ഓട്ടോ വിളിച്ചോ. പൂജ നിക്ക്, പൂജ ഒരു കാര്യം പറയട്ടെ. കേറിക്കോ. താൻ ഒരു കാര്യം ചെയ്യും, ബുക്കും പേപ്പറുമായിട്ട് നാളെ വന്ന് കണ്ടാൽ മതി. ശരി സാർ. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു? എങ്ങനെയെങ്കിലും അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കണമായിരുന്നു. ഞാൻ അപ്പം തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അവരെ ഫോളോ ചെയ്തു. നേരം ഇരട്ടി തുടങ്ങിയിരുന്നു. ചാറ്റൽ മഴയും. നേരത്തെ പലതവണ അവിടെ പോയത് കാരണം എനിക്ക് വഴി അറിയാമായിരുന്നു. പക്ഷെ ബൈക്കിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയെങ്കിലും അവരെ കൊന്നു കളഞ്ഞാലേ ഈ പ്രശ്നം അവസാനിക്കുകയുള്ളൂ എന്ന് മനസ്സിൽ തോന്നി. അവരുടെ സ്വഭാവം വെച്ച് പറഞ്ഞ രൂപ കൊടുത്താലും അവരെന്നെ വിടില്ലായിരുന്നു. പൂജ അന്ന് തന്നെ കൊല്ലണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഹലോ, ആ ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഇവിടെ ഭയങ്കര മഴയാ. ആ വിളിക്കാമെന്ന്.